അള്ളാഹു അറിയിച്ചു തരികയാണ്, യാ അയ്യുഹന്നാസ്, അല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്ന ആ ഒരു ഖിയാമത്ത് നാളിന്റെ ഭയാനകത അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. എന്താണത്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, മനുഷ്യരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മുറപ്രകാരം സൂക്ഷിക്കുക. എന്താണ് കാരണം? ഇന്ന സൽസലത സാഅതി ശൈഉൻ അദീം, തീർച്ചയായും ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം അത് വളരെ കഠിനമാണ്, ഭയാനകമായതാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹു ഉപയോഗിച്ച ഈ പ്രയോഗം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുകയാണ്, ഇതാ മുല കൊടുക്കുന്ന സ്ത്രീകൾ, കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ തന്റെ കുട്ടികളെ പറ്റി അശ്രദ്ധയിലായി പോകുന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഒരു ഉമ്മാക്ക് തന്റെ കുട്ടിയോട് എത്രത്തോളം കാരുണ്യം ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. സ്വന്തത്തിന് തന്നെ വല്ലതും പറ്റിയാലും പ്രശ്നമില്ല, എന്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന ഉമ്മ നാളെ ഖിയാമത്ത് നാളിൽ സ്വന്തം കുട്ടിയെ പറ്റി അശ്രദ്ധയിലാവുകയാണ്. വലിയ കുട്ടിയാണോ? അല്ല, മുലയൂട്ടുന്ന കുട്ടി. അള്ളാഹുവിന്റെ ആ പ്രയോഗം നോക്കണം, അള്ളാഹു ഉപയോഗിച്ച ആ വാക്ക് നോക്കണം സഹോദരങ്ങൾ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഇനി ഉമ്മ അല്ലെങ്കിൽ ഒരു മാതാവ് അവർ ഗർഭം ധരിച്ചയാളാണെങ്കിൽ ആ ഖിയാമത്ത് നാളിന്റെ ഭയാനകത കൊണ്ട് അവർ പ്രസവിച്ചു പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും സഹോദരങ്ങളെ ആ അവസ്ഥ? എന്തായിരിക്കും ആ ഒരു അവസ്ഥ? അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്, നാളെ ഇതാ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ, ജനങ്ങളെ നിനക്ക് കാണാൻ സാധിക്കുന്നതാണ് മത്ത് പിടിച്ചവരായിക്കൊണ്ട്. അവർ മത്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും നാളെ ജനങ്ങൾ ഉണ്ടാവുക. വമാ ഹും ബിസുകാറാ, പക്ഷേ അവർ യഥാർത്ഥത്തിൽ ലഹരിയോ മറ്റോ ഉപയോഗിച്ചതല്ല, മറിച്ച് എന്താണ് അതിനുള്ള കാരണം? വലാകിന്ന അദാബ് അല്ലാഹി ശദീദ്, കാരണം അള്ളാഹുവിന്റെ ശിക്ഷ അത് വളരെ കഠിനമാണ്. സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ഇതാ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ഇതാ ഓരോ ഹർഫും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്നുള്ളത് നാളെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഈ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നത് ഒന്നുകിൽ നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടിയാണ്. ഇവരെ ഒന്നും നോക്കണ്ട എന്നല്ല, ഇവരെ നോക്കലും ബാധ്യതയിൽപ്പെട്ടതാണ്. പക്ഷേ ഇവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളത് ചില ആളുകളുടെ ശീലമായി കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെയാകാൻ പാടില്ല, ഒരിക്കലും നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. നമ്മുടെ ആഖിറത്തിനെ മറന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നാളെ ആഖിറത്തിലെത്തിയാൽ എന്താണ് അവസ്ഥ? യൗമ യഫിറുൽ മർഉ മിൻ അഖി, സ്വന്തം സഹോദരനിൽ നിന്ന് ഓടിപ്പോകും. വ ഉമ്മിഹി വ അബി, ഉമ്മയും ഉപ്പയും സ്വന്തം മകനിൽ നിന്ന് ഓടിപ്പോകും. വ സാഹിബതിഹി വ ബനി, ഭാര്യയും മക്കളും എല്ലാം സ്വന്തത്തിൽ നിന്ന് ഓടിപ്പോകുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെ വഞ്ചിതരാകാൻ പാടില്ല.